ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു 4 മാസം മുമ്പ് റിജോ ജോസ് എന്ന സഹോദരൻ ഷാലോം ടൈംസിൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. എൻ്റെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്. ദൈവവചനത്തിൻ്റെ ശക്തി കൂടുതൽ തിരിച്ചറിയാനായിട്ട് ഇത്തരം അനുഭവങ്ങൾ നമ്മെ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പുഴയുടെ അരികിലാണ് എൻ്റെ വീട്. മുമ്പുണ്ടായ പ്രളയത്തിൽ വീടിനും പറമ്പിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കാലവർഷം അടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭീതിയായിരുന്നു. മുൻ വർഷങ്ങളിൽ പ്രായമായ അപ്പനും അമ്മയും കൂടെ എൻ്റെ ഭാര്യയും കുഞ്ഞുമക്കളും അടങ്ങുന്ന കുടുംബം മറ്റു വീടുകളിൽ ആശ്രയം തേടി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം കർമ്മലീത്ത സന്യാസിനിയായ സഹോദരി എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു, നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന വചനം ഉൾപ്പെടുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലെ 11 മുതൽ 17 വരെയുള്ള ഭാഗം എഴുതി ഭവനത്തിന് ചുറ്റും ഒട്ടിക്കുകയും ആ വചനഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതനുസരിച്ച് അവരപ്രകാരം ചെയ്തു. വചനമെഴുതി അപ്പനും അമ്മയും കിടക്കുന്ന മുറിയിലും ഒട്ടിച്ചു. ദൈവത്തിൻ്റെ ഇടപെടൽ ആ വർഷം അവർ പ്രത്യേകമായി അനുഭവിക്കുകയായിരുന്നു. മറ്റ് പലയിടങ്ങളിലും വെള്ളം കയറിയെങ്കിലും അവരുടെ സ്ഥലത്ത് മാത്രം വെള്ളം കയറിയില്ല. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. വളരെ അത്ഭുതകരമായി ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ദൈവം അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിച്ചു. അവർ വിശ്വസിക്കുന്നത് ഈ വചനത്തിൻ്റെ ശക്തിയാണ് അവരുടെ കുടുംബത്തിന് സംരക്ഷണ കവചം തീർത്തതെന്നാണ്. വിശ്വസിച്ച് വചനം ഏറ്റെടുക്കുന്നവരിൽ, വിശ്വാസത്തോടെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിലൊക്കെ ഇതുപോലുള്ള വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ മറ്റൊരു സംഭവം കൂടി നിങ്ങളോട് പറയാം. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിലുണ്ടായ ഒരു സംഭവമാണിത്. 2 ദിനരാത്രങ്ങൾ തോരാതെ പെയ്ത മഴയിൽ നഗരം മുഴുവനും വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. വലിയ കെട്ടിടങ്ങളും വീടുകളുമെല്ലാം വെള്ളം വിഴുങ്ങുകയാണ്. റോഡുകളെല്ലാം തകർന്നു. വൈദ്യുതിയില്ല. ജനജീവിതം നിശ്ചലമായി. ധനികരും ദരിദ്രരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന കാഴ്ചയാണ് ആ നഗരത്തിൽ കണ്ടത്. ഫോൺ നെറ്റ്വർക്ക് ഇല്ലാതിരുന്നതിനാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെയുള്ളവരുമായി സംസാരിക്കാനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞത്. വെള്ളപ്പൊക്കം വല്ലാതെ ബാധിച്ചോ എന്ന ചോദ്യത്തിന് ഒരു കുടുംബം അന്ന് നൽകിയ മറുപടി ഇന്നും ഓർമ്മിക്കുന്നു. വെള്ളം വലിയ ശക്തിയോടെയാണ് തള്ളിക്കയറി വന്നത്. എന്നാൽ നമ്മുടെ വീടിൻ്റെ പടുക്കലെത്തിയപ്പോൾ ശാന്തമായി മാറി ഒഴുകിപ്പോകുന്നത് കാണാൻ കഴിഞ്ഞു എന്നാണ് ആ കുടുംബം പറയുന്നത്. ചുറ്റോട് ചുറ്റും വെള്ളം ഉയർന്നിട്ടും ദൈവം അവർക്ക് മാത്രം, ആ കുടുംബത്തിന് മാത്രം അത്ഭുതകരമായ സംരക്ഷണമേകി. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിലുമധികം മറ്റുള്ളവർക്കും കൊടുക്കാൻ മാത്രം വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളവ ദുരിതബാധിതർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതും വളരെ അതിശയകരമാണ്. കാരണം ഇത്രയധികം ഭക്ഷണ സാധനങ്ങളും പാലും ഒന്നും ഒരിക്കലും അവർ വാങ്ങിച്ചു വെക്കാറില്ല. ദൈവം ഞങ്ങളെയും മറ്റുള്ളവരെയും കരുതുകയായിരുന്നു. ഈ കുടുംബത്തിന് അത്ഭുതകരമായി ലഭിച്ച സംരക്ഷണത്തിൻ്റെയും പരിപാലനയുടെയും കാരണമായി അവർ പറഞ്ഞത് 91-ാം സങ്കീർത്തനമാണ്. ഈ ഒരു സങ്കീർത്തന ഭാഗം അവരെല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു എന്ന വചനം അവിടെ അന്വർത്ഥമാവുകയാണ്. അത്യുന്നതനായ ദൈവത്തിൽ വാസമുറപ്പിക്കുന്നവർക്ക് ഒരു തിന്മയും ഭവിക്കില്ലെന്നും ഒരനർത്ഥവും അവരുടെ കൂടാരത്തെ സമീപിക്കുകയില്ല എന്നുമുള്ള 91-ാം സങ്കീർത്തനത്തിലെ വാഗ്ദാനം അവിടുന്ന് അവർക്ക് വേണ്ടി പാലിക്കുകയായിരുന്നു. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ എന്നാണ് സീറോ മലബാർ കുർബാനയിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. നാം എവിടെയായിരുന്നാലും നമുക്ക് ദൈവത്തിൽ വസിക്കാൻ കഴിയും.
അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലായ്പ്പോഴും ജീവിക്കുന്നവർക്ക് അത്ഭുതകരമായ സംരക്ഷണവും സ്നേഹവും സകലവിധ നന്മകളുടെ സമൃദ്ധിയും ലഭിക്കും. സ്വർഗീയ ആനന്ദം മുൻകൂട്ടി ആസ്വദിക്കാൻ കഴിയും. സകല കാര്യങ്ങളിലും ദൈവം എല്ലാം ചെയ്തു കൊടുക്കും. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് സംതൃപ്തി അടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 36:8 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയമക്കളെ, ഈ അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവവചനത്തിൻ്റെ ശക്തി. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. എത്രത്തോളം പറഞ്ഞാലും മതിവരത്തില്ല. അത്രയേറെ അനുഭവങ്ങളാണ് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത്. 91-ാം സങ്കീർത്തനത്തിനൊക്കെ വലിയ ശക്തിയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ കുടുംബങ്ങളിലും ഈ 91-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ 91-ാം സങ്കീർത്തനം, കർത്താവിൻ്റെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ബൈബിൾ ഭാഗമാണത്. അത് എല്ലാ ദിവസവും നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കാനായിട്ട് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമുക്ക് പ്രത്യേകമായ സംരക്ഷണം ലഭിക്കാൻ ഈ 91-ാം സങ്കീർത്തനം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലായ്പ്പോഴും എവിടെയായിരുന്നാലും അങ്ങയിൽ വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അങ്ങയുടെ സംരക്ഷണവും അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയും ഞങ്ങൾ ആസ്വദിക്കട്ടെ. ആമേൻ.